ഹായ്, ഇത് നമ്മുടെ ഡ്യൂട്ടി കിച്ചണിലാണ്. അപ്പൊ നമുക്കിന്ന് ക്രാബ് വെക്കാം. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, പ്രൊഫഷണൽ ആയിട്ട് തന്നെ തുടങ്ങാം. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പൊ ക്രാബ് കറി വെക്കാനായിട്ട് 1 kg ക്രാബാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഷോപ്പിൽ നിന്ന് ഓൾറെഡി ക്ലീൻ ചെയ്ത് കിട്ടിയോണ്ട് അധികം പണി വേണ്ടിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സബോള, പച്ചമുളക്, തക്കാളി, അരിയ. ഉണിയും കട്ട് ചെയ്യുമ്പോഴേക്കും ഞാനൊരു വിധായി. സംഭവം ചിക്കൻ കറിയുടെ റെസിപ്പിയായി വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ വെക്കാൻ പോണത് ക്രാബ് കറിയാണ്. നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഓണിയനും ചില്ലിയിട്ട് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടും. പിന്നെ ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പൗഡേഴ്സ് ആഡ് ചെയ്യുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലാസ്റ്റ്ലി ഗരം മസാല. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇതിന്റെ ഇടയിൽ കുറച്ച് സ്നാക്സ് ആവാം. ഈ തിളയ്ക്കുമ്പോ തന്നെ നല്ല സ്മെല്ലി ക്രാബിന്റെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ടെസ്റ്ററായിട്ട് അച്ചുമോനുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കുക്കിംഗ് കഴിയുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോസ് ഉറക്കത്തിൽ നിന്നിട്ട് നല്ല വാശിയിലായിരുന്നു. അപ്പൊ അവർക്കുള്ള പാലൊക്കെ ശരിയാക്കി. ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ മിജോ സാർ എത്തി. ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് കുളമാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും അധികം ഓവർ ആക്കിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇതിന്റെ തന്നെ ഒരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ശരി, see you then.